വിഷു ഇതാരാണ് ഈ ഇസഡ് കാറ്റഗറി പ്രൊട്ടക്ഷൻ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്? മനസ്സിലായല്ലോ. മനായിട്ട് ഇത് കേശവ മാമൻ നമ്മുടെ കൂടെ ഉള്ളത്. അമ്മാവ് ഇതെന്താ വല്ല പ്രച്ഛന്ന വേഷോ ടാബ്ലോയോ അങ്ങനെ വല്ലതാണോ? അല്ല ഇതെനിക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് വന്ന ബ്ലാക്ക് കാറ്റാ. ഞാൻ അന്നേ പറഞ്ഞില്ല, ആവശ്യമില്ലാത്ത പാരഡി പാട്ടുകളും തമാശയൊന്നും പറയണ്ട, പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല പ്രൊട്ടക്ഷൻ ഇല്ലാതെ. ഇപ്പൊ ഈ ഗതിയിൽ നടക്കേണ്ട അവസ്ഥയായില്ലേ? പിഷാരടി ഇതെന്റെ പാട്ട് കേട്ടിട്ട് അങ്ങനെ വന്ന സംഭവം ഒന്നുമല്ലത്. ഇത് ഞാനേ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ കിഡ്നി ഒരെണ്ണം ഒരാൾക്ക് ദാനം ചെയ്യാൻ പോവാണ്. അപ്പൊ പുള്ളി എനിക്ക് അറേഞ്ച് ചെയ്ത് നടക്കണ 2 ബ്ലാക്ക് കാറ്റ്. എനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല, ഭദ്രമായിട്ട് ഈ കിഡ്നി സൂക്ഷിച്ച് നടക്കണം. അതുകൊണ്ട് എന്റെ ഒപ്പം എപ്പോഴും ഊണിലും ഉറക്കത്തിലും ഇവരുടെ കൂടെ ഉണ്ടാവും. ഓ അങ്ങനെ തന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു വിട്ടതാ. അയാൾക്ക് കൊടുക്കേണ്ട കിഡ്നി പ്രൊട്ടക്ട് ചെയ്യാൻ ആളെ വിട്ടേക്കാണ്. അയാളുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അയാളുടെ കിഡ്നിക്ക് പ്രോബ്ലം ഒന്നുമില്ല. 2 കിഡ്നിയും നല്ല എന്താ പറയാ തങ്കം പോലെ ഇരിക്കുന്ന 2 കിഡ്നിയാ പുള്ളി. പിന്നെന്താ കുഴപ്പം? പിന്നെ എന്തിനാ അയാൾക്ക് വീണ്ടും കിഡ്നി? മൂന്നാമത്തെ കിഡ്നി ആവശ്യമില്ല ഒരു അല്ല, പിന്നീട് പുള്ളിയുടെ കിഡ്നിക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്ന ഒരു സ്റ്റെപ്പിനി പോലെ സൂക്ഷിച്ചു വെക്കാനായിട്ട് അതിനുവേണ്ടി കൊടുത്തിരിക്കുകയാണ്. അത് അങ്ങനെ സ്റ്റെപ്പിനായിട്ടൊക്കെ കിഡ്നി മേടിച്ച് സൂക്ഷിച്ചു വെക്കാൻ ആളാരാ? ആളൊരു ബൂർഷ. ബൂർഷയോ? എന്നുവെച്ചാ പുള്ളി ഒരു പണക്കാരനാണ്, നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യനാണ്. പിന്നെ എന്തിനാ ബൂർഷ എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, ബൂർഷ എന്ന് വിളിക്കുമ്പോഴ് പുള്ളിയോടൊരു ദേഷ്യം തോന്നുമല്ലോ നമുക്ക്. ഓ അങ്ങനെ തോന്നാൻ വേണ്ടിട്ട് അതിനുവേണ്ടി ചെയ്തേക്കുന്ന ആ പുള്ളിക്ക് ഞാൻ ചോദിക്കുന്നത്, അന്നേരം ഈ പുള്ളിക്ക് 3 കിഡ്നി ഇങ്ങനെ ഒരു കിഡ്നിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഇത് എവിടെ കൊണ്ട് വെക്കും? പിഷാരടി അയാൾ നിസ്സാരക്കാരനാണ്, കോടീശ്വരനാ പുള്ളി. ഇന്ത്യയിൽ പല സ്ഥലത്ത് ഈ പുള്ളിക്ക് ഒരുപാട് ഏക്കറടക്കുന്ന സ്ഥലം ഉണ്ടെന്നേ. അവിടെയാണ് ഈ ഒരു മാങ്ങാണ്ടി പോലത്തെ ഒരു സാധനം കൊണ്ട് സൂക്ഷിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ. ഈ ധനികന്റെ പേരെന്താണാവോ? ചൗവരി. ചൗധരി. പുള്ളിക്കാണ് നിങ്ങൾ കിഡ്നി കൊടുക്കാൻ പോകുന്നത്. കേശവമാമൻ എന്തിനാണ് ഇപ്പൊ അത്യാവശ്യപ്പെട്ട് ഇത് കൊടുക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭയങ്കര കടമാണ് കേട്ടോ എനിക്ക് കാർഷിക കടം ഒരുപാടുണ്ട്. എനിക്ക് കാർഷിക കടമൊക്കെ ബാങ്കിലൊക്കെ പറഞ്ഞ എഴുതുള്ളതില്ലേ? പുള്ളി തള്ളു മാത്രമുള്ള എഴുത്തില്ല, വായും കൊണ്ട് തള്ള, എഴുത്തില്ല. അതുകൊണ്ട് തിരിച്ചടക്കണത്. ഞാൻ നോക്കിയിട്ട് എനിക്കൊരു മാർഗ്ഗമില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ പറഞ്ഞോട് കൊടുത്തേക്കാന്ന് കരുതി. പിന്നെ ഒരുപാട് സാധനം ഇവിടെ ഈ 2 കിഡ്നി കൊണ്ട് എനിക്ക് പ്രയോജനമില്ല. എന്തെങ്കിലും അകത്തോട്ട് തിന്നാനും കുടിക്കാനും കിട്ടിയെങ്കിൽ ഈ കിഡ്നിക്ക് 2 വർക്കണ്ടാവുള്ളൂ. ഇവിടുന്ന് കിട്ടണില്ല അത്. ഇയാളിപ്പോ ഈ പറയുന്ന ധനികൻ അങ്ങനെ മാറ്റി വെക്കണമെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖങ്ങളും ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ അസുഖം ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന ഒരു അസുഖമാണെന്നാണ് എനിക്ക് തോന്നിയത്. ഡിസ്റ്റോപ്മാനിയ ആൻഡ് ഡിസ്റ്റോപ്പിക് ആൻഡ് കിൻഡ്രം. അപ്പൊ അത് ലക്ഷത്തിൽ 2 പേർക്ക് വന്നാലോ? അത് 4 ലക്ഷം സമ്മതിക്കില്ല, ഒരാൾക്ക് വരാൻ പാടുള്ളൂ. പുള്ളി അങ്ങനെ അത് ചെയ്ത് വെച്ചേക്കണത്. വെള്ളം എന്തെങ്കിലും കിട്ടും ഇത്തിരി കുടിക്കാനായിട്ട്? വെള്ളം വേണ്ട തരാലോ മൻസൂറേ. ഇത്തിരി വെള്ളം കൊടുക്കാൻ പറ്റുമോ? തൊണ്ട വരണ്ട്. ഇനി സാറിന് ജ്യൂസ് കഴിക്കാം. എന്തൊരു കൊറേ നാളായിട്ട് ഇതാണ് എന്റെ ഗതികേടുന്നേ. എനിക്ക് എന്ത് കഴിക്കാൻ കൊണ്ടുവന്നാലും അതൊക്കെ ഉമാര മേടിച്ച് തിന്നത്. എന്താ സാറേ ഭക്ഷണം നിങ്ങൾ തിന്നുന്നത് എന്തിനാ? സ്വന്തം ജീവിതം പണയം വെച്ചും കേശവ മാമയെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ ബോസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കേശവ മാമയ്ക്ക് കൊണ്ടുവന്ന ജ്യൂസ് ആദ്യം നിഖിൽ ചോപ്ര കഴിച്ചത്. നിഖിൽ ചോപ്ര കഴിച്ചതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് രാജേഷ് ഖന്നയായ ഞാൻ കഴിച്ചത്. ഇതിൽ യാതൊരു കുഴപ്പവുമില്ല. കേശവ മാമയ്ക്ക് ധൈര്യമായി കഴിക്കാം. കേശവ മാമയുടെ ശരീരത്തിൽ ഒരു കൊതുക് വന്നിരുന്നാൽ പോലും ആ കൊതുകിനെ ഈ മെഷീൻ കണ്ണു വെച്ച് ഞങ്ങൾ വെച്ചു. കേശവ മാമ, ഇതിപ്പോ വലിയ കഷ്ടമായില്ലേ? നിങ്ങൾക്ക് പൈസക്ക് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ മനോജേട്ടൻ തരുമായിരുന്നല്ലോ, ഡയാന തരുമായിരുന്നല്ലോ, ഞാൻ തരുമായിരുന്നല്ലോ. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു കിഡ്നി? ഇത് മാത്രമല്ല, എന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 10-20 ദിവസം ചേട്ടന് റെസ്റ്റ് വേണം, വലിയ കൃത്യമായിട്ട് ഇൻഫെക്ഷൻ ആവാതേക്ക് ഇരിക്കണം. അങ്ങനെയൊക്കെ വന്ന ചേട്ടൻ എങ്ങനെ ഇവിടെ ഷൂട്ടിങ്ങിന് വരും? ഇതിനു മുമ്പ് ഓപ്പറേഷൻ ചെയ്ത് പരിചയമില്ലാത്ത ഒരാളല്ലേ നിങ്ങള്? എനിക്ക് ഓപ്പറേഷന് പേടിയൊന്നുമില്ല. ഇല്ല. വിശാലടി ഡോക്ടർ മണ്ടനാ. ഞാൻ കാലൊടിഞ്ഞ് ചെന്നപ്പോ പുള്ളി പ്ലാസ്റ്റർ ഇട്ട് തന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെയും കൂടെ ഒരു സർജറി ചെയ്ത് തരട്ടേന്ന് ഫ്രീ ആയിട്ട്. അപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് ഇടുന്നില്ല, വേണ്ടെന്ന് പറഞ്ഞില്ല, ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള എന്റെ കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് ഇവിടെ കൊടുത്ത് ഡയാനെ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി. എന്തിനാ പുറകെ വന്നത്? സമാധാനം റിസൾട്ട് ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ വേണ്ടി നടത്തിയ ടെസ്റ്റ് എല്ലാം ഓക്കെ അല്ലേ? സംഭവം നോക്കിയേ. ആക്ച്വലി ഞാൻ നോക്കിയായിരുന്നു. കേശവ മാമന്റെ 2 കിഡ്നികളിൽ ഒന്ന് കാണാനില്ല. ശരിക്കും കാണുന്നില്ല. ശരിക്കും ഒന്നുകൂടെ നോക്കിയേ. ഇല്ല വന്നിട്ടില്ല. 2 കിഡ്നി എനിക്ക് ഉണ്ടെന്ന്
നേരത്തെ ആ കാലൊടിഞ്ഞിട്ട് പോയപ്പോ ഒരു ഡോക്ടർ ഇവിടെ ഒരു ഫ്രീ ഓപ്പറേഷൻ ചെയ്തെന്ന് പറഞ്ഞില്ലേ? ഒരു മണ്ടൻ ഡോക്ടർ. അതെ, പുള്ളിയോട് ചോദിച്ചാൽ അറിയാം മറ്റേ സാധനം എവിടെ ഇരിക്കണേ. അങ്ങനെയൊക്കെ ചെയ്യോ? ഉറപ്പല്ലേ അയാള് മണ്ടനാന്ന് കരുതിയില്ലേ? അപ്പൊ മക്കളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയിക്കോ. ഞങ്ങള് പോവില്ല. അല്ല, എനിക്ക് ഇപ്പൊ ബോസിനോട് പറഞ്ഞാ മതി, എനിക്ക് മാമന് ഒരു കിഡ്നി ഉള്ളൂ, അപ്പൊ തരാൻ പറ്റില്ലെന്ന് എനിക്ക് വേണമല്ലോ. ഞങ്ങളുടെ ബോസിന് ഒരു കിഡ്നി മതി. അതിന് എന്റെ അടുത്ത് ഒരു കിഡ്നി ഉള്ളൂ. അതിന് ആ കിഡ്നി മതി ഞങ്ങളുടെ ബോസിന്. അത് തരാൻ പറ്റൂല. അത് വേണം. വിശാലിനൊന്ന് പറഞ്ഞ് വിശാലിന്. ആ, വാ, 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 വാ. ആ, ആ.